ഹായ്, ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു ചേമ്പിൻ തണ്ട് പുളിശ്ശേരിയാണ്. അതിനു വേണ്ടി ഒരു 5-6 ചേമ്പിൻ്റെ ചേമ്പിൻ തണ്ട് പിന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ചിലപ്പോൾ അത് കൈ ചൊറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ കയ്യിൽ തടവി കൊടുത്താണ് ഇത് ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് ഇതുപോലെ ചെയ്തെടുക്കണം. അകത്തുള്ളതും പുറത്തുള്ള എല്ലാ പച്ച ഉള്ള തൊലി ഇങ്ങനെ ചെത്തിക്കളയാൻ പറ്റും. തൊലി മൊത്തം ചെത്തിക്കളയണം. ഇത് നമ്മൾ പുളിശ്ശേരിയും വെക്കും, പിന്നെ തോരൻ വെക്കാറുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് തോരൻ വെക്കും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിപ്പോൾ എല്ലാം തൊലി കളഞ്ഞ് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും 4ആയി അരിഞ്ഞ് ഒരു ഇച്ചിരി നീളത്തിൽ ഉള്ള ഷേപ്പിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവാൻ വെക്കും. അരപ്പ് ചേർക്കാൻ വേണ്ടി ഞാൻ തേങ്ങ ഒരു അരമുറി ഫുൾ എടുത്തില്ല, അരമുറി എൻ്റെ അടുത്തുള്ള തേങ്ങ, പിന്നെ ജീരകം, ചെറിയ ജീരകം, പിന്നെ പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് അരച്ചെടുത്തു. ഞാൻ ഇവിടെ കാന്താരിയാണ് ചേർത്തത്. അതിന് ശേഷം നമ്മൾ അരക്കുമ്പോൾ തന്നെ ഞാൻ അതിലോട്ട് തൈര് ചേർത്തിട്ടുണ്ട്. ഒരു പകുതി ഭാഗം തൈര്, ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം തൈരും ചേർത്ത് കൊടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, കളറില്ലെങ്കിൽ വീണ്ടും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ തിളച്ച് മറിയണ്ട. നമ്മൾ ഇച്ചിരി തിള വരുമ്പോൾ അത് ഓഫ് ചെയ്ത് കടുക് താളിച്ച് എടുക്കാം. നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്.